ഇപ്പൊ സമയം 12:03. തിരുവാതിര കഴിഞ്ഞിട്ട് ഈ ഇരുട്ടിലേക്ക് പോകുന്ന ദിവസങ്ങളാണ്. പിന്നെ മുത്തിയമ്മ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രേതങ്ങള് മാടലും മുനിയും ഇറങ്ങുന്നത് ഈ സമയത്താണ്. ഇതൊരു വിശ്വാസമില്ലെങ്കിലും ഞാൻ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കെന്നെ ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു പേടി. എന്തൊക്കെ സൗണ്ട് കേൾക്കുന്ന പോലെയുണ്ട്. എനിക്കിങ്ങനെ പറ്റിയ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയണം. ഇവിടെ എത്തിയപ്പോ ധൈര്യം ആകെ ചോർന്നു പോകുന്ന പോലെ ഒരു ഇത്. ഇവിടെ എന്തോ ഒരു വല്ലാത്ത ഈ വഴിയിൽ കൂടി ആരും നടക്കാറില്ല. ദുർമന്ത്രവാദങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ ചെയ്തു വെക്കേണ്ടതെന്നാണ് പൊതുവെ എല്ലാവരും. എൻ്റെ ജീവന് വരെ ആവത്താണ് ഈ സമയത്ത് വന്ന. മുനിയെല്ലാം ചുവന്ന കണ്ണോടുകൂടി ഈ ഭാഗത്തുണ്ടാവുന്നതാണ്. പലരും ബോധം കെട്ട് വീണിട്ടടക്കം. എന്താ ദുർമന്ത്രവാദം ആവാഹനമാണ്. ഇതിൽ ഞാൻ സ്പർശിച്ച പിന്നെ എൻ്റെ മേലെ ആവാഹിക്കും. ചിത്തഭ്രമം അതൊക്കെ എനിക്ക് ബാധിക്കാം. ആ കല്ല് ആവാഹിച്ച് ജപിച്ച് കെട്ടിയതാണ്. എന്താ അവിടെ? പല മുനിയുടെ ഇത് മാഞ്ഞ് പോകുന്നുണ്ട്. മനസ്സിൽ വല്ലാത്തൊരു ഭയം കയറുന്ന പോലെ. അമ്മ വന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈശ്വര, ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും മടങ്ങി പോവില്ല. പലയിടത്തും പല കണ്ണുകൾ നോക്കുന്ന പോലെ എനിക്ക് പേടിയൊന്ന്. ഞാൻ എന്തായാലും പിന്മാറില്ല. ഇത്രത്തോളം ഞാൻ വന്നതാണ്. ഇവിടെ മുമ്പ് ശ്മശാനം ഉണ്ടായിരുന്നാണ്. പല പല ആത്മാക്കളും ഗതി കിട്ടാതെ അരഞ്ഞു നടക്കുന്നത് എന്താണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് തന്നെ എനിക്കറിയുന്നത്. ആ ഭാഗത്തായിട്ടാണ് മുമ്പ് ശ്മശാനം ഉണ്ടായിരുന്നത്. പല ആത്മാക്കളുടെയും ജപിച്ച് കിട്ടിയതടക്കം ഇവിടെ പല സൈഡിലായിട്ട് ആത്മാക്കൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. ഇനി ഇതേപോലുള്ള ആവാഹിച്ച് കിടക്കുന്ന താരികളും പല മന്ത്രക്കൂടുകളും കാണും. അതിൽ ഇതേപോലെ മുമ്പ് ഒരു സ്പർശിച്ച ഒരു പയ്യന് ചിത്രഭ്രമം. അതെന്താ അവിടെ ഒരു വെളിച്ചം? എനിക്കറിയില്ല. അമാനുഷികമായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷെ ഇവിടെ എന്തൊക്കെയാ അമാനുഷികമായിട്ട് നടക്കുന്നുണ്ട്.